SMA രോഗം തളർത്തിയെങ്കിലും പഠന വഴിയിൽ തളരാതെ കാസർഗോഡ് ബദിയടുക്ക സ്വദേശി പ്രവിശ ഹയർ സെക്കൻഡറി ഫലം വന്നപ്പോൾ 83% മാർക്കോടെ 10 മാറ്റ് തിളക്കമുള്ള വിജയമാണ് ഈ മിടുക്കി നേടിയത്. സഹായി വയ്ക്കാമായിരുന്നിട്ടും നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ ഒറ്റയ്ക്കാണ് പരീക്ഷ എഴുതിയത്. ചക്രക്കസേരയിൽ സ്കൂളിലേക്ക് ശ്വാസകോശത്തിൽ നീർക്കെട്ട് വന്നതോടെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം. ബദിയടുക്ക നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി പ്രവിശ ഇത്തവണ പരീക്ഷ എഴുതിയത് ഇങ്ങനെയാണ്. ശാരീരിക പരിമിതി കണക്കിലെടുത്ത് പരീക്ഷ എഴുതാൻ സഹായിയെ വെക്കാമെങ്കിലും അതിനും പ്രവിശ തയ്യാറായില്ല. എന്തും നേരിടാമെന്ന മനക്കരുത്തോടെ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന രോഗത്തിനു മുന്നിൽ തോറ്റുകൊടുക്കാതെ അവൾ നേടിയത് മിന്നും വിജയം. ഒരു A+ഉം മറ്റു വിഷയങ്ങളിൽ A ഗ്രേഡും നേടി 82% മാർക്ക് ലഭിച്ചപ്പോൾ പ്രവിശയ്ക്ക് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. സന്തോഷമുണ്ട്. മാർക്ക് കിട്ടിയതിൽ വിചാരിച്ചിട്ട് അത്ര കിട്ടുമെന്ന് കിട്ടും, പക്ഷെ എനിക്ക് വേണ്ട, ഞാൻ തന്നെ എഴുതി. ഇനി ബയോളജി ശാസ്ത്ര വിഷയമെടുത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടണമെന്ന ആഗ്രഹവും അവൾ പങ്കുവെക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രവിശയുടെ കാലിന് ചെറിയ തളർച്ച അനുഭവപ്പെട്ടു തുടങ്ങിയത്. തുടർന്നുള്ള പരിശോധനയിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന രോഗം തന്റെ ശരീരത്തെ കീഴടക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. തുടർ ചികിത്സയും മകളുടെ ഭാവിയും ഓർത്ത് കുടുംബാംഗങ്ങൾ സങ്കടപ്പെട്ടപ്പോഴും പ്രവിശ പതറിയില്ല. ചികിത്സക്കിടയിൽ അധ്യയന ദിനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും CBSEയിൽ 83% മാർക്കോടെയാണ് 10ാം തരം പാസ്സായത്. ഇനിയും പഠിക്കണമെന്ന ഈ മിടുക്കിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് കുടുംബം ഒപ്പം ചേർന്നു. അമ്മയും ജ്യേഷ്ഠനുമടക്കം എല്ലാം ഉപേക്ഷിച്ച് സ്കൂൾ സമയം മുഴുവൻ അവൾക്ക് കൂട്ടിരുന്നു. സഹപാഠികളുടെയും അധ്യാപകരുടെയും പിന്തുണയും ഈ മിടുക്കിക്ക് കരുത്തായി. 24 മോർണിംഗ് ഷോയുടെ സ്ഥിരം കാഴ്ചക്കാരിയായ പ്രവിശ ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുടെ ആരാധിക കൂടിയാണ്. എപ്പോഴും രാവിലെ മോർണിംഗ് ഷോ കാണാറുണ്ട്. പിന്നെ SMA ഒരു കുട്ടിക്ക് 16 കോടി രൂപ വരെ ഇതിന് നല്ലോണം പ്രവർത്തിച്ചു സാറ്. അത് കണ്ടതിന് ശേഷം നമുക്ക് സാറിനോട് ഒരു ഹായ് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. ഒരു ബിഗ് ഹായ്. പ്രദീപ് നാരായണൻ, 24, കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.